കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡും പരിസരവും പശുക്കളുടെ താവളമാകുന്നു. അലഞ്ഞു തിരിയുന്ന പശുക്കൾ യാത്രക്കാർക്കും വ്യാപാരികൾക്കും വാഹനങ്ങൾക്കും ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുകയാണ്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. അലഞ്ഞുതിരിയുന്ന പശുക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡും പരിസരവും. യാത്രക്കാരെയും ബസ്സുകളെയും വകവയ്ക്കാതെ പശുക്കൾ വിലസുകയാണ്. ഉടമസ്ഥർ ഉപേക്ഷിച്ചവയും കയറൂരി വിട്ടവയുമടക്കം 15ഓളം പശുക്കളാണ് ഇവിടെ തമ്പടിക്കുന്നത്. ബസ് നിർത്തിയിടുന്ന ഇടങ്ങളിലാണ് ഇവ കൂട്ടമായോ ഒറ്റയ്ക്കോ കിടക്കുന്നത്. ഇത് കാരണം സ്റ്റാൻഡിലെത്തുന്നവർ നടക്കുവാൻ പാടുപെടുകയാണ്. പശു കിടക്കുന്ന ഭാഗത്തേക്ക് പോകാതെ ബസ് നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുന്നത്. മംഗളൂരു ഭാഗത്ത് നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുമ്പോൾ പശുക്കൾ അലഞ്ഞു നടക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹോണടിച്ചാലും പശുക്കൾ എഴുന്നേറ്റ് മാറില്ലെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. ഇരുട്ടിയാൽ ചിലതിനെ ഉടമസ്ഥർ കൂട്ടിക്കൊണ്ടുപോകുന്നതായി പരിസരത്തെ വ്യാപാരികൾ പറയുന്നു. നിർത്തിയിട്ട ബസ്സുകളുടെ മറയിൽ നിന്നും പശു വരുമ്പോൾ ഇടിച്ചിടുവാനും സാധ്യതയുണ്ട്. ബസ് ജീവനക്കാരും വ്യാപാരികളും വിഷയം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പരാതി ലഭിച്ച സാഹചര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു. പശുക്കളുടെ ഉടമകൾ അവയെ പിടിച്ചുകെട്ടി അലഞ്ഞുതിരിയുന്ന സാഹചര്യം ഒഴിവാക്കണം. അല്ലെങ്കിൽ പശുക്കളെ കണ്ടുകെട്ടി ലേലത്തിൽ വിൽക്കുവാനുള്ള നടപടി നഗരസഭ സ്വീകരിക്കും. ഇത് സംബന്ധിച്ച നോട്ടീസ് പുറത്തിറക്കുവാൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു. കന്നുകാലികൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ താവളമടിച്ച് ചാണകവും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളൊരു പരാതി കാസർഗോഡ് നഗരസഭയ്ക്ക് പല മേഖലകളിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ, ഈ കന്നുകാലികൾക്ക് ഏതായാലും ഉടമസ്ഥരുണ്ടാവും. ആ ഉടമസ്ഥർ അതിനെ അവിടുന്ന് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് കാസർഗോഡ് നഗരസഭയുടെ സെക്രട്ടറി പത്രപ്രസ്താവനയൊക്കെ നടത്തിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവർ ബന്ധപ്പെട്ട അതിൻ്റെ ഓണർമാർ കന്നുകാലികളെ അവിടെ നിന്ന് കൊണ്ടുപോയില്ല എങ്കിൽ തുടർ നടപടി എന്ന നിലയ്ക്ക് അതിനെ കണ്ടുകെട്ടുകയും അതിന് വേണ്ടിയിട്ടുള്ള ലേല പരിപാടിയൊക്കെ നടത്താനുള്ള സംവിധാനം കാസർഗോഡ് നഗരസഭ കൈക്കൊള്ളുന്നതായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.